ഇബ്രാലേഖനം ഒടുവിലത്തെ അധ്യായം 13-ാം അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ ആരാധനകളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ അവിടെ പലത് ഓർപ്പിക്കുന്നു. ഒന്ന്, അവിടെ ആദ്യമേ ഓർപ്പിക്കുന്ന ദൈവത്തിന് ഇടവിടാതെ സ്തോത്രം അർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ നാം ആരാധിക്കുന്നതിന്, സ്തുതിക്കുന്നതിന്, സ്തോത്രം ചെയ്യുന്നതിന് ഒട്ടും മടി കാണിക്കരുത്. ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ട് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കണം. രണ്ടാമത്തെ വിഷയം നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ പറയുന്നത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നന്മ ചെയ്യുന്നതിനെ കുറിച്ച് പല കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. 13-ാമത്തെ വാക്യമാണ്. ഇബ്രായർ 13:16. ദൈവം പ്രസാദിക്കുന്ന യാഗമാണ് നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത്. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് ആരാധനയ്ക്ക് മുമ്പേ നടത്തുന്ന ബൈബിൾ സ്റ്റഡി കൊണ്ടുള്ള ഉദ്ദേശം കുറച്ച് വേദശാസ്ത്രം, തിയോളജി പഠിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ലൈഫിനും അതുപോലെ തന്നെ ആരാധനയ്ക്കും പ്രയോജനകരമായ വിഷയങ്ങൾക്ക് നാം കൂടുതൽ ഊന്നൽ കൊടുക്കുകയും കൂടുതൽ സമയം അതിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് പ്രാധാന്യത നാം കൊടുക്കുന്നത്. അതുകൊണ്ട് സാധാരണയായി ഏതെങ്കിലും ബുക്കുകൾ, പുസ്തകങ്ങൾ, ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഉപദേശപരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനത്തിൽ നമ്മൾ കൂടുതൽ കാണുന്നത്. ആദ്യ അധ്യായങ്ങളെല്ലാം ഉപദേശപരമായ കാര്യങ്ങൾ, ഒടുവിൽ വരുമ്പോഴാണ് പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങൾ. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതും വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതുമാണ്. സാധാരണ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നവരൊക്കെ ആദ്യമൊക്കെ ഒരുപാട് സമയമെടുത്ത് പഠിപ്പിച്ച് ആ പുസ്തകത്തിന്റെ ഒടുവിൽ വരുമ്പോൾ വളരെ പെട്ടെന്ന് അതങ്ങ് നിർത്താൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ നമ്മൾ 13-ാം അധ്യായം, അതിന്റെ ഒടുവിലത്തെ അധ്യായമാണെങ്കിലും അതിന്റെ ചില വാക്യങ്ങളിൽ നാം കൂടുതൽ സമയം നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. വേദപുസ്തകത്തിൽ നാം പഠിക്കുന്നു, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, വേർപെടുക എന്നീ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ചില സൺഡേകളിൽ ശുശ്രൂഷിപ്പാനും നമുക്കത് പഠിക്കുവാനും ഇടയായി തീർന്നു. പല ദൈവദാസന്മാരും നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പലതും പഠിച്ചു. അതിലെ ഏറ്റവും ഒടുവിൽ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒന്നിലധികം സൺഡേയിൽ ഇവിടെ നമുക്ക് ചിന്തിപ്പാൻ തക്ക ഇടയായി തീർന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ്, കൂട്ടായ്മ എന്നുള്ളതാണ്, ഫെലോഷിപ്പ്. കൂട്ടായ്മ എന്ന് ലോകമനുഷ്യൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ സാമൂഹികമായ ഏതെങ്കിലും കാര്യമല്ല. ക്രിസ്തീയ ജീവിതത്തിലെ അല്ലെങ്കിൽ ബിബ്ലിക്കിലെ അവയുടെ ഫെലോഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂട്ടായ്മ ഒരു ദൈവം ഇതിന് ആവശ്യമാണ്. ഒറ്റയ്ക്ക് ജീവിക്കുവാനായി അല്ല ദൈവം മനുഷ്യനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവം തന്നെയാണ് കണ്ടത് മനുഷ്യൻ തനിയെ ഇരിക്കുന്ന നല്ലതല്ലെന്ന്. അങ്ങനെയാണ് ഹവായെ സൃഷ്ടിച്ചത് തന്നെ. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കൂട്ടായുള്ള ഒരു ജീവിതം ഉദ്ദേശിച്ചാണ്. ഒറ്റയായി ജീവിക്കുവാനായിട്ട് നാം പ്ലാൻ ചെയ്യാൻ പാടില്ല. അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഒരു സമൂഹ ജീവിയാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ വേണം നാം ജീവിക്കുവാനായിട്ട്. ഒരു കവി പാടിയ പാട്ട് ഇങ്ങനെ, പാട്ടിന്റെ അടിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: എല്ലാ മനുഷ്യനും ഓരോ ദ്വീപുകളാണ്. അദ്ദേഹം പറയുന്നത് നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഒരു മനുഷ്യനും ഒരു ദ്വീപല്ല എന്നാണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ജോൺ ഡോൺ എന്ന് പറയുന്ന ആള്. എന്നാൽ ഒരു ദൈവദാസനെ കുറിച്ച് പറയുന്നത്, പുള്ളി പറയുന്നത് അങ്ങനെയല്ല. എല്ലാ മനുഷ്യനും ഐലൻഡുകളാണ്, ദ്വീപുകളാണ്. എല്ലാ മനുഷ്യനും ഓരോ ദ്വീപുകളാണ്. പക്ഷെങ്കിൽ ആ ദ്വീപ് അങ്ങ് ഒറ്റപ്പെട്ട് കഴിയാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം പറയുന്നത് there is no limit to the bridges or harbors one can build. ഓരോ ദ്വീപുകളെ പോലെ നമ്മുടെ സ്വന്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എത്രയും പാലങ്ങൾ ഉണ്ടാക്കാമോ, എത്രയും പോക്കുവരവുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാമാണ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ, ഐക്യത, മറ്റുള്ളവരായുള്ള ബന്ധം, അതിനുവേണ്ടി പാലം പണിയുവാൻ, അതിനുവേണ്ടി വേറെ എന്തെല്ലാം അടുപ്പിക്കുന്ന, കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കാൻ കഴിയുമോ
അതെല്ലാം ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് ഡോക്ടർ ഒരു ദിവസം മനുഷ്യൻ തനിയെ ജീവിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഒരു ബന്ധവുമില്ലാതെ ആയിരുന്നാലുള്ള അവസ്ഥ എന്താണ്, അതൊരു എക്സ്പെരിമെന്റൽ ട്രൈ ചെയ്തതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ഡോക്ടർ എസ് സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രത്യേക റൂം ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു, ഒരു ചേംബർ. അദ്ദേഹം ഉണ്ടാക്കിയത് 9 അടി വീതി, 9 അടി നീളം, 7.5 അടി ഉയരത്തിൽ ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ടാക്കി. ഒന്നും കേൾക്കത്തില്ല, വെളിയിലത്തെ ഒന്നും കേൾക്കത്തില്ല, അകത്തേതും ഒന്നും കേൾക്കാത്ത രീതിയിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇൻസൈഡ് എല്ലാം വളരെ പ്രത്യേക രീതിയിലെല്ലാം നൈലോൺ കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വോളണ്ടിയേഴ്സായി അതിൽ കയറി ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേക രീതിയിലുള്ളതായ ഗ്ലൗസുകൾ കൊടുത്തു. കാരണം ഭൂമിയിലെ യാതൊരു സ്പർശനവും അവര് അറിയാതിരിക്കുവാനായി അവർക്ക് സെൻസേഷൻ ഭൂമിയിൽ നിന്ന് ടച്ചുകൊണ്ട് തൊടുന്നതുകൊണ്ട് ഉണ്ടാകാതിരിക്കത്തക്ക രീതിയിൽ അതിനുള്ള പ്രത്യേക ഷൂസ്, പ്രത്യേക രീതിയിലുള്ള കണ്ണട ഇതെല്ലാം കൊടുത്ത് റൂമിലാക്കി. വെളി ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ അവരുടെ അവർ അകത്ത് എങ്ങനെയാണെന്ന് കാണത്തക്ക രീതിയിലുള്ളതായ പ്രത്യേകത, ഒരു പ്രത്യേകതരം ഗ്ലാസ് ഉണ്ടായിരുന്നു, വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ അകത്ത് എങ്ങനെയാണെന്നുള്ളത് വെളിയിൽ ഉള്ള ആളുകൾക്ക് കാണുവാൻ ഒരു 1 വേ സ്ക്രീൻ ഉണ്ട്, അകത്തുള്ളവർക്കൊന്നും അറിയത്തില്ല. അദ്ദേഹം ഒരുപാട് ആളുകളെയൊക്കെ ഇതിനകത്ത് വോളണ്ടിയേഴ്സ് ആയിട്ട് വന്നവരെ പരിശോധിച്ചപ്പോൾ വെളിലോകമായ ഒരു ബന്ധവുമില്ലാതെ ഒരു ശബ്ദവുമില്ലാതെ ഈ കൂട്ടിനകത്ത് കയറ്റി അടച്ച ആളുകളെ ചെക്ക് ചെയ്തപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ ആർക്കും കോൺസെൻട്രേഷനോടുകൂടി അവിടെ ഇരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ അങ്ങ് അജിറ്റേറ്റഡ് ആയി, അങ്ങ് ആൻസൈറ്റി ഉള്ളവരായി തീർന്നു, അവരങ്ങ് പാനിക്കായി തീർന്നു. അന്ന് ടെസ്റ്റ് ചെയ്ത ആളുകളുടെ കണക്കനുസരിച്ച് 5 മണിക്കൂറിൽ കൂടുതൽ ഒറ്റയൊരു കുഞ്ഞിന് പോലും ആ റൂമിൽ തനിയെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. അദ്ദേഹം കണ്ടുപിടിച്ചു. ചുരുക്കം, മനുഷ്യര് ദൈവം സൃഷ്ടിച്ചത് മറ്റുള്ളവരുമായി ഇടപെട്ട് സന്തോഷമായി ജീവിക്കുവാനുള്ളതായ അവസ്ഥയിലാണ്. ഒറ്റയാൻ മിഷനായി ഒറ്റയായി ജീവിക്കുവാനല്ല, കൂട്ടായ്മയുടെ ബന്ധം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒന്നാണ്. വേദോസ്തം എല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവം തന്നെ പ്രവർത്തിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമായി ദൈവം ഇറങ്ങി വന്ന് മനുഷ്യനോടുകൂടെ നടക്കുമായിരുന്നു. പിന്നീട് ദൈവം ഹാനോക്കിനോടുകൂടെ നടന്നു എന്ന് വായിക്കുന്നു. അബ്രഹാമിന് ദൈവം ഒരുപാട് പ്രാവശ്യം പ്രത്യക്ഷമായി. ദൈവം ദൈവിക കൂട്ടായ്മ മനുഷ്യന് ആവശ്യമാണ്, അന്യോന്യമുള്ള കൂട്ടായ്മ ആവശ്യമാണ്. അതുകൊണ്ട് കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. നമ്മുടെ വിഷയം അതാണ്, കൂട്ടായ്മ കാണിപ്പാൻ മറക്കരുത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ബലവും സന്തോഷവും അനുഭവിക്കാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ്സ് ഏതൊക്കെയാണെന്നൊരു ചിന്തകൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ളതായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായ വേർഡ്സുകൾ എനിക്കത് വളരെ ചിന്തനീയമായിട്ട് തോന്നി. അദ്ദേഹം പറയുന്നു 6 മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ്സ്, 6 ഏറ്റവും പ്രധാനമുള്ള വേർഡുകൾ ചേർന്നതായ ഒരു സെന്റൻസ്. ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഐ അഡ്മിറ്റ് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 6 വേർഡുകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 5 വേർഡുകളുള്ള സെന്റൻസ് അദ്ദേഹം പറയുന്നു, യു ഡിഡ് എ ഗുഡ് ജോബ്. പ്രശംസിച്ച് ആള് ചെയ്യുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുക. 4 ഏറ്റവും പ്രധാനപ്പെട്ട 4 വേർഡുള്ള ഒരു സെന്റൻസ് ആയി അദ്ദേഹം പറയുന്നത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കുവാൻ, മറ്റുള്ളവരോട് ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം. 3 വേർഡുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 വേർഡുകൾ പറയുന്നു, ഇഫ് യു പ്ലീസ്. ഇഫ് യു പ്ലീസ് എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ്, 2 വേർഡുള്ള ഒരു സെന്റൻസ്, താങ്ക് യു. താങ്ക് യു എന്ന് പറയുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഞാൻ പറയാനുള്ള കാരണം, ഏറ്റവും മോസ്റ്റ് വിയേർഡ് വേർഡായിട്ട് അദ്ദേഹം പറയുന്നത്, ലീസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡായിട്ട്,
ഇമ്പോർട്ടന്റ് വേർഡായിട്ട് പറയുന്നത് വി എന്നുള്ളതാണ്, നമ്മൾ എന്നുള്ളതാണ്, ഒന്നിച്ചു നിൽക്കുക എന്നുള്ള. ഏറ്റവും വിയേർഡായിട്ടുള്ള വേർഡായിട്ട് പറയുന്നത് ഐ എന്നാണ് അദ്ദേഹം പറയുന്നത്, ഏറ്റവും ലീസ്റ്റ് വേർഡായി. അപ്പോൾ സ്വയം അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്ക് ഒരു പ്രാധാന്യവും കൊടുക്കാതെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുവാൻ തക്കോണം ഇടയാകേണ്ടത് ആവശ്യമാണ്. ഞാനതിന്റെ കൂട്ടായ്മയുടെ മുഖവരയൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ വലിയ ഡിക്ഷണറി ഒക്കെ ഉണ്ടാക്കിയതായ ഒരു ആളുണ്ട്, വിൽഫ്രഡ് ഫങ്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളതായ 10 വേർഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഡിക്ഷണറി ഉണ്ടാക്കിയ ആള് പറയുകയാണ് 10 വേർഡുകൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും ബിറ്ററസ്റ്റ് ആയിട്ടുള്ള വേർഡ്, ഏറ്റവും കൈപ്പേറിയ വേർഡ് എന്ന് പറയുന്നത് എലോൺ എന്നുള്ള, തനിയെ ആയിരിക്കുക എന്നുള്ള. അപ്പോൾ നമ്മുടെ വിഷയം അതാണല്ലോ, തനിയെ ആയിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, നമ്മെ ആക്കിയിരിക്കുന്നത്. ദ മോസ്റ്റ് റിവേർഡ് വേർഡ്, ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വേർഡാണ് മദർ എന്നുള്ളത്, അമ്മ എന്നുള്ളത്. അദ്ദേഹം പറയുന്ന ഏറ്റവും ട്രാജിക് ആയിട്ടുള്ള വേർഡാണ് ഡെത്ത്, മരണം എന്നുള്ളത്. ഏറ്റവും കംഫോർട്ട് തരുന്നതായ വേർഡാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള വേർഡാണ് ഫൊർഗോട്ടൺ, സാഡസ്റ്റ് ആയിട്ടുള്ള, സങ്കടം ഉളവാക്കുന്ന. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡാണ് ലവ് എന്ന് പറയുന്നത്. ഏറ്റവും ക്രൂവലായിട്ടുള്ള വേർഡാണ് റിവെഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ളതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള വേർഡാണ് അദ്ദേഹം പറയുന്നത് നോ എന്ന്. ഇങ്ങനെ പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിലൊന്ന് എലോൺ എന്ന് പറയുന്നത് ഏറ്റവും ബിറ്ററസ്റ്റ് ആയിട്ടുള്ളതാണെന്നും ഏറ്റവും വാമസ്റ്റ് ആയിട്ടുള്ള വേർഡ് ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത് വളരെ ചിന്തനീയമായ ഒന്നാണ്. അപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ആ വലിയ കൂട്ടായ്മയുടെ ബന്ധം പുലർത്തുന്നവരായിരിക്കണമെന്നാണ്. കണക്കുകൾ അനുസരിച്ച് ആളുകൾ ചർച്ചിൽ ജോയിൻ ചെയ്യുന്നതിന്റെ കാരണം ഇംഗ്ലീഷിലാണ് പറയുന്നത്, പീപ്പിൾ ജോയിൻ ചർച്ചസ് മോർ ബിക്കോസ് ദേ വാണ്ട് വാം ദാൻ ലൈറ്റ്. വെളിച്ചത്തേക്കാൾ അവർക്ക് ചൂട് വേണം മനുഷ്യർക്ക്, അതിനാണ് ചർച്ചിൽ വരുന്നതെന്നാണ് പറയുന്നത്. സെർമൺസ് മേ ഗെറ്റ് ദം ഇൻടു ചർച്ച് ദ ഫസ്റ്റ് ടൈം. പ്രസംഗം കേട്ട് ആദ്യം ഒരാൾ ചർച്ചിൽ വന്നിരിക്കും. ബട്ട് വാട്ട് കീപ്സ് ദം കമ്മിങ് ആർ ഫ്രണ്ട്ഷിപ്സ് ദാറ്റ് ഫോസ്റ്റർ ഇൻവേർഡ് അവയർനെസ് ആൻഡ് സപ്പോർട്ട്. അന്യോന്യമുള്ള കൂട്ടായ്മയും സഹകരണവും ആണ് ചർച്ചിൽ ആളുകളിൽ കൂടുവാനുള്ളതായ കാരണം. പ്രസംഗം കേട്ട് ആദ്യം വന്നിരിക്കും, പക്ഷേ ആത്മീയമായ കൂട്ടായ്മയുടെ സന്തോഷവും ബലവും ഒരു ചർച്ചിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ ആളുകൾ അവിടെ നിൽക്കുകയില്ല. അപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് നാം മറ്റുള്ളവരെയുമായുള്ളതായ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. ഒരു പോസ്റ്റ് ഓഫീസിൽ വളരെ നീണ്ട ലൈനാണ്. ഒരു ദിവസം നീണ്ട ലൈൻ നിൽക്കുമ്പോൾ അവിടെ സെൽഫ് സർവീസ് മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഒരാൾ അവിടെ നോക്കിയപ്പോൾ ഒരു പ്രായമുള്ള സ്ത്രീ അവിടെ നിൽക്കുന്നു, തന്റെ തൊട്ടു മുന്നിലുണ്ട്. അവരോട് പറഞ്ഞു എനിക്ക് ഇവിടെ സ്റ്റാമ്പ് മതി, അതിനു വേണ്ടിയാ. അപ്പൊ പറഞ്ഞു ഇത് അങ്ങി എല്ലണമെങ്കിൽ ഒത്തിരി സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് അവിടെ സെൽഫ് സർവീസ് മെഷീൻ ഉണ്ടല്ലോ, നിനക്ക് സ്റ്റാമ്പ് മതിയെങ്കിൽ അതിനകത്ത് പോയി നിനക്ക് ഇത്ര ലൈൻ നിൽക്കാതെ പെട്ടെന്ന് കാര്യം സാധിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, if I go to that machine, does anybody ask about my arthritis? എന്റെ വാദം, എന്റെ കാലിന്റെ വേദനയെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ കൗണ്ടറിൽ ചെല്ലണം. ഞാൻ മിക്കപ്പോഴും കാണുന്ന ആ ക്ലർക്കുണ്ട്, ആ ക്ലർക്കിനെ എന്നെ കുറിച്ച് അറിയത്തുള്ളൂ, മെഷീൻ എന്നെ കുറിച്ച് അതൊന്നും അറിയത്തില്ല എന്നാണ് പറയുവാൻ തക്ക ഇടയായിട്ടുള്ളത്. അപ്പൊ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കൂട്ടായ്മയുടെ ബന്ധമാണ്, അന്യോന്യമുള്ള സഹകരണമാണ് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരു ലേഖനം തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ലേഖനം തന്നെ, ഫിലിപ്പി ലേഖനം, കൂട്ടായ്മയുടെ ലേഖനമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതിന്റെ എല്ലാ അധ്യായങ്ങളിലും കൂട്ടായ്മയെ കുറിച്ച് ഒരു കാര്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫിലിപ്പി ലേഖനത്തിലേക്ക് നോക്കാം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 1:5. അവിടെ പറയുന്ന കൂട്ടായ്മയെ കുറിച്ച് എന്താണ് പറയുന്നത്? സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ. സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ അത് എന്ന് മുതൽ ഉണ്ടെന്നാ പറയുന്നത്? 1-ാം ദിവസം മുതൽ. നമ്മള് സാധാരണയായി നമ്മളൊക്കെ വളരെ തികഞ്ഞ പക്വത വന്ന ആത്മീയരാണെങ്കിലും ഈ ഉത്സാഹമൊക്കെ
ഒന്നാം ദിവസമേ കാണുള്ളൂ. പക്ഷെ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയാണ്, ഒന്നാം നാൾ മുതൽ, ആ ഫസ്റ്റ് ഡേ മുതൽ ഇന്ന് വരെ അതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്തിലുള്ളതായ കൂട്ടായ്മ അവിടെ നമുക്കറിയാം ഫിലിപ്പിയില് ഈ സുവിശേഷ ഘോഷണം തുടങ്ങിയ ആ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഈ എഴുത്തുകാരനായ അപ്പോസ്തലനായ പൗലോസും ശീലാസും അടികൊണ്ട് കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത് ഒട്ടും അട്രാക്റ്റീവായിട്ട് ആർക്കും തോന്നത്തില്ല. ദേഹത്തെല്ലാം മുറിവുണ്ട്, നീരുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്. ഇപ്പോൾ ഈ ലേഖനം എഴുതുന്നതും പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ്. അങ്ങനെ ലോകപരമായി വളരെ സന്തോഷം നൽകാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഓർപ്പിക്കാനുള്ളത്, അവർ ഒന്നാം ദിനം മുതൽ സുവിശേഷ ഘോഷണത്തിൽ അവർ മുന്നിലാണ്. അവര് വളരെ ശുഷ്കാന്തിയോടുകൂടി ആ സുവിശേഷ ഘോഷണത്തിലുള്ള കൂട്ടായ്മ കാണിപ്പാൻ കൊണ്ടിടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ വിഷയം ഇതാണ്: നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന കൂട്ടായ്മയാകുന്ന യാഗം അത് സുവിശേഷ ഘോഷണത്തിൽ സുവിശേഷം അറിയിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസ്ഥകൾ അത് വിലയേറിയതാണ്. അത് നാം ഏറ്റവും നന്നായ രീതിയിൽ ചെയ്യുവാൻ തക്കോണം ഇടയാകേണ്ടത് ആവശ്യമാണ്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, സുവിശേഷീകരണത്തിനായി നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങളൊക്കെയും അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തിൽ ഇടയാകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അടുത്തത് 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന കൂട്ടായ്മയെ കുറിച്ച് 2:1 വാക്യത്തിൽ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഫിലിപ്പിയർ 2:1. അവിടെ എഴുതിയിരിക്കുന്നു, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ആത്മാവിന്റെ കൂട്ടായ്മ എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ ഉപദേശിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവപൈതലിന് ആത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കും. ആത്മാവിന്റെ കൂട്ടായ്മ അത് വളരെ ശ്രേഷ്ഠതയേറിയതാണ്. അത് വളരെ ശക്തി നൽകുന്നതാണ്. നമ്മള് പൗലോസ് ലേഖനം എഴുതുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ, ആശീർവാദമായി ബെനഡിക്ഷനായി എഴുതുന്ന ഒരു പദമാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ അതിനെ ഓർപ്പിച്ചാണ്, ആ പരിശുദ്ധാത്മാവുമായുള്ള അടുത്ത ബന്ധത്തെ ഓർപ്പിച്ചാണ് ഇത് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആത്മാവിലുള്ള കൂട്ടായ്മ. ഞാൻ എന്നെ രാവിലെ പാസ്റ്റർ ഫ്രെഡി അയച്ച ഒരു ഇമെയിൽ വായിച്ചപ്പോൾ ഇതിനോട് ചേർത്ത് ഞാൻ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സെപ്റ്റംബർ മാസത്തിൽ അത് ഒറീസായിൽ മിഷൻ വർക്കിന് പോയതായ സമയത്ത്, നിങ്ങൾ ചിലർക്ക് ഇമെയിൽ കിട്ടി കാണും, അവിടെ ഉള്ളതായ ആദിവാസികൾ വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതായ അപരിഷ്കൃതരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്നതായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു പഠിപ്പൊന്നുമില്ലാത്ത, ഇംഗ്ലീഷ് ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു സ്ത്രീ ആത്മാവിന്റെ നിറവ് വന്നപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന 2 വാക്കുകൾ ഇങ്ങനെയാണ്: ഹോളി സ്പിരിറ്റ് ഈസ് മൈ ലൈഫ്, ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഫ്രണ്ട്. ഇംഗ്ലീഷ് പഠിച്ചിട്ടുമില്ല, ഇംഗ്ലീഷ് അറിയത്തുമില്ല. പക്ഷെ ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലാണ് ഈ സഹോദരി സംസാരിച്ചത്. പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇതിനോട് ചേർത്ത് ചിന്തിച്ചത്. ഹോളി സ്പിരിറ്റ് ഈസ് മൈ ലൈഫ്, ഹോളി സ്പിരിറ്റ് ഈസ് മൈ ഫ്രണ്ട്. നമുക്ക് കൂട്ടായ്മ തരുന്ന ഒരു ഫ്രണ്ടിനെ പോലെ നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ശക്തിയല്ല, ശക്തി മാത്രമല്ല പരിശുദ്ധാത്മാവ്, വ്യക്തിത്വമുണ്ട്, ആളത്വമുണ്ട്. Holy Spirit is our friend. Holy Spirit is my friend. ആ കൂട്ടായ്മ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. 3-ാം അധ്യായം 10 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ അവിടെ വായിക്കുന്നത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്നാണ് പറയുന്നത്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഫിലിപ്പിയിലെ വിശ്വാസികൾക്കറിയാം പൗലോസ് അപ്പോസ്തലൻ സഹിച്ചതായ കഷ്ടപ്പാടുകൾ എത്ര വലുതാണ്. ആ കഷ്ടത അനുഭവിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. നമ്മൾ കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയാണ്. യേശു സഹിച്ചതായ, യേശു ഏറ്റതായ വേദനയുടെ ഒരു ഭാഗമെങ്കിലും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അതാണ് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അർദ്ധരാത്രിയിൽ അടിയേറ്റ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും ആ പൗലോസിനും ശീലാസിനും പ്രയാസമില്ലാതെ ഇരുന്നത് അവർക്ക് വേണ്ടി ജീവനാഥൻ കാൽവറിയിൽ വേദന സഹിച്ച് മരിച്ച ആ കഷ്ടപ്പാടുകളെ ഓർത്തപ്പോൾ
അതിനോട് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് പാട്ട് പാടുവാൻ തോന്നി, അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തോന്നി. അതുകൊണ്ട് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ആചരിക്കുന്നവരായിരിക്കേണ്ടത് ആവശ്യമാണ്. 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ മാത്രമേ വരവ് ചെലവ് കാര്യത്തിൽ എനിക്ക് കൂട്ടായ്മ കാണിച്ചിട്ടുള്ളൂ എന്ന്. ഫിലിപ്പിയിലെ വിശ്വാസികൾ അവർ കടന്നു വന്ന സാഹചര്യം നമുക്കറിയാം. എന്നാൽ അവർ അതിന്റെ എല്ലാം നടുവിലും പൗലോസ് സുവിശേഷീകരണത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ തന്റെ വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ ആചരിക്കുന്നു. അപ്പൊ നമ്മള് ദൈവം അംഗീകരിക്കുന്ന ദൈവത്തിന് പ്രസാദമുള്ള യാഗത്തെ കുറിച്ചാണ് പറയുന്നത്. നന്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക. അപ്പോൾ സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരുമായ ആളുകളെ ഹെൽപ്പ് ചെയ്യാനാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വളരെ ക്വസ്റ്റനബിൾ ആയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ ഭൗതിക നന്മയിൽ നിന്ന്. എന്നാൽ സുവിശേഷീകരണത്തെ ഉദ്ദേശിച്ച് നാം ചെയ്യുന്നുവെങ്കിൽ, കർത്താവിന് വേല എന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യുന്നെങ്കിൽ, മനുഷ്യന്റെ മുഖം നോക്കാതെ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്യാതെ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ, വരവ് ചെലവ് കാര്യത്തിൽ ദൈവദാസന്മാരെ അവരുടെ ശുശ്രൂഷയെ മാനിക്കുമ്പോൾ ദൈവം നിശ്ചയമായി അവർ അംഗീകരിക്കുന്ന യാഗമാണ്. അതാണ് ഇവിടെ ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അങ്ങനെ കൂട്ടായ്മയുടെ ബന്ധം, ഫിലിപ്പി ലേഖനത്തിലെ ഈ രീതിയിലുള്ള കൂട്ടായ്മയുടെ ബന്ധം അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ആത്മീയ കൂട്ടായ്മയുടെ ശക്തി വളരെ വലുതാണ്. ദൈവസഭ ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ കറക്റ്റ് ചെയ്യുവാൻ എഴുതിയപ്പോൾ അവരുടെ ഇടയിൽ തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ ചർച്ചിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താണ് പറയുകയാണ്, അവൻ പിശാചിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവന് മാനസാന്തരം വരും, അവൻ അനുദപിക്കുവാൻ ഇടയായിത്തീരും, പിന്നീട് അവനെ ചേർക്കുന്നു നാം കാണുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൂട്ടായ്മയ്ക്കുള്ളിലായിരിക്കുമ്പോൾ, ആത്മീയ ബന്ധത്തിലായിരിക്കുമ്പോൾ, ചർച്ചിലായിരിക്കുമ്പോൾ ഒരു പ്രത്യേക പവറുണ്ട്. ദൈവസഭയിൽ ഒരു ദൈവത്തിൽ കടന്നു വരുമ്പോൾ പിശാചിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മൾ ഒത്തിരി പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ, ആത്മീയ സന്തോഷമൊന്നും ഇല്ലാതെ ഒക്കെ ആണെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ആരാധനയ്ക്ക് വന്നു കഴിയുമ്പോൾ, ആരാധനയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ അവിടെ ദൈവം നമ്മോട് ഇടപെടുന്ന, നമുക്കൊരു പ്രത്യേകത അനുഭവിക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. സഭ അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കൂട്ടായ്മയുടെ ബന്ധം വലുതാണ്. ഞാൻ എന്റെ അനുഭവത്തിൽ മിക്കവാറും ഓർക്കാറുണ്ട്. പലപ്പോഴും ചോക്ക് ചെയ്യുന്നതിന് പോലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം തോന്നി, നടക്കാനും ഒക്കെ വിഷമം തോന്നി, എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, ശുശ്രൂഷിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ അനുഭവം പറയാൻ, ദൈവമക്കളെ കണ്ടു കഴിയുമ്പോൾ, ചർച്ചിൽ വന്നു കഴിയുമ്പോൾ, ഒരുമിച്ച് കൂടി കഴിയുമ്പോൾ ഒരു വലിയ, പിന്നെ കാര്യമേ മറന്നു പോവുകയാണ്, ഒരു വലിയ വിടുതലാണ്. ചിലപ്പോഴൊക്കെ ഓർത്തിട്ടുണ്ട്, എപ്പോഴും ഈ ചർച്ച തന്നെ ആയിരുന്നു നല്ലതായിരുന്നു, കുറച്ചിടത്തൊന്നും അധികം പോകാതെ ഇരിക്കാമായിരുന്നു. ദൈവം കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. കൂട്ടായ്മയ്ക്ക് ഒരു പവറുണ്ട്, അത് നാം വിശ്വസിക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, റോമർ 1:12. വളരെ വേഗം ചില വാക്യങ്ങൾ എടുക്കുന്നവരുണ്ട്, വായിക്കാൻ. ഇത് കൂട്ടായ്മയുടെ വിഷയം ഇന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാതെ തന്നെ തീർക്കേണ്ടത് ആവശ്യമാണ്. 1:12 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ആശ്വാസം ലഭിക്കേണ്ടതിന് വേണ്ടി. അടുത്തവരുണ്ടെന്ന് വായിച്ചാട്ട് റോമർ 1:12. വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തെ. റോമിലെ വിശ്വാസങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ അതാണ് കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. റോമിലുള്ള വിശ്വാസികളോട് ഈ വലിയ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളോടുകൂടെ, നിങ്ങളെ കാണാൻ എനിക്ക് വലിയ വാഞ്ചയാ. കാരണം എന്താണെന്ന് അറിയാമോ? നാം ഒരുമിച്ച് കൂടിക്കഴിയുമ്പോൾ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തെ ഒരു വലിയ കംഫോർട്ടാണ് ലഭിക്കുന്നത്, വലിയ ആശ്വാസമാണ് ലഭിക്കുന്നത്. അതാണ് കൂട്ടായ്മയുടെ ബലം എന്ന് പറയുന്നത്. നാം ഇവിടെ കേട്ടുവല്ലോ, ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയാണ്, 1-ാം നാൾ മുതൽ സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നാം മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ച്. ഭക്തനാണെന്ന് പറഞ്ഞിരുന്നാൽ ആകുന്നില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ട് ആകുന്നില്ല. ഭാരം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവന് തിന്നാൻ കൊടുക്കണം. അതാണ് നീ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ മാത്രമല്ല, പ്രവൃത്തിയിലൂടെ അത് കാണിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാൻ 1:3 നാം വായിക്കുന്നു, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടാണ് പുത്രനോടുകൂടെയാണ് എന്ന് വായിക്കുന്നു.
വീണ്ടും 1:6 യോഹന്നാൻ പറയുകയാണ്, അവനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നവൻ ആരും ഇരുളിൽ നടക്കുന്നില്ല, ഇരുളിലായിരിക്കുന്നില്ല, വെളിച്ചത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് നാം വേദപുസ്തകം വായിക്കുമ്പോൾ പിതാവിനോടുകൂടെ നമുക്ക് കൂട്ടായ്മ തന്നും പുത്രനോടുകൂടെ കൂട്ടായ്മ തന്നും മുമ്പേ നമ്മൾ വായിച്ചല്ലോ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ വേർഡ് മാത്രം പറഞ്ഞതുകൊണ്ടാകുന്നില്ല. ദൈവത്തോടും നമ്മോടും ദൈവവും നാമും ഒരുമിച്ച് ചേർന്നുള്ള ഒരു ജീവിതമാണ് ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ദൈവമാണ് നമ്മോടുകൂടെ നടക്കുന്നത്, ആ ദൈവമാണ് നമ്മുടെ നടുവിൽ വരുന്നത്, ദൈവമാണ് തന്റെ മാർവിൽ നമ്മെ ചേർത്ത് നടത്തുന്നത്, ആ കരം കൊണ്ടാണ് നമ്മെ പിടിച്ചിരിക്കുന്നത്, ആ ചുമലിലാണ് നമ്മെ വഹിക്കുന്നത്. ദുഃഖിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന ദൈവമാണ്, അവൻ ശാസിക്കുന്ന ദൈവമാണ്, ശിക്ഷിക്കുന്ന ദൈവമാണ്. ഇതാണ് ദൈവിക കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ ദൈവിക കൂട്ടായ്മ കൊരിന്ത്യർ ലേഖനം 1:9 നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. ഈ ദൈവിക കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ അത് ഒന്നായിരിക്കുന്ന അനുഭവമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവ് പറയാണ്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. അതാണ് ആത്മീയ കൂട്ടായ്മയുടെ പ്രത്യേകത. ദൈവത്തിൽ ഒന്നായി, മറ്റുള്ളവരെ വേറെ ഒന്നായി ചിന്തിക്കാതെ നാം എല്ലാവരും വീണ്ടെടുപ്പ് പ്രാപിച്ചത് ഒരേ യേശുവിന്റെ രക്തത്താലാണ്, അവന്റെ ഒരേ മരണത്താലാണ്, ഒരേ അപ്പത്തിന്റെ അവകാശികളാണ്, ഒരേ രാജ്യത്തിലേക്ക് പോകുവാനുള്ളവരാണ്, ഒരേ നിത്യവീട്ടിൽ പാർക്കാനുള്ളവരാണ്. അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൂട്ടായ്മ ആചരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് എന്തെങ്കിലും വന്നാൽ ദൈവത്തിന് വരുന്നത് പോലെയാണ്. പൗലോസ് വിശ്വാസികളെ ഉപദ്രവിച്ചപ്പോൾ അവന് ഡെമസ്കോസിലുള്ള ആളുകളെ പിടിച്ചു കെട്ടാനും വന്നപ്പോൾ കർത്താവ് അവന് പ്രത്യക്ഷമായിട്ട് പറയാണ്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകളെ, ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ തൊടുമ്പോൾ, അവരെ ഉപദ്രവിക്കുമ്പോൾ അത് കർത്താവിനെ തൊടുന്നത് പോലെയാണ്. അതാണ് പറയുന്നത്, നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അതാണ് ആത്മീയ കൂട്ടായ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കൂട്ടായ്മയിൽ ഇരുട്ടിൽ നടക്കാത്തവരാണ് എന്ന് നാം വായിക്കുന്നു, വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം എന്ന് നാം വായിക്കുന്നു. തന്നെയുമല്ല, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ജാതികളോട് സുവിശേഷം അറിയിക്കേണ്ടതിന് അവരെനിക്ക് കൂട്ടായ്മയുടെ വലങ്കൈ തന്നു എന്നാണ് ഗലാത്യ 2:9 നാം വായിക്കുന്നത്. കൂട്ടായ്മയുടെ വലങ്കൈ. ഇനി നമ്മള് കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, വിശ്വാസിക്കും അവിശ്വാസിക്കും തമ്മിൽ എന്തോ ഒരു ബന്ധം, വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ ആചരിച്ച ഒരു ദൈവപൈതൽ വിശുദ്ധിയും വേർപാടും പാലിച്ച് ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഒടുവിലായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അപ്പോൾ ദൈവത്തോടെ, ദൈവമക്കളോടുള്ള വലിയ കൂട്ടായ്മയുടെ ബന്ധമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്, കുഞ്ഞുങ്ങളുള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണ്, കുഞ്ഞുങ്ങളെ കുറിച്ച് ഏറ്റവും നല്ലത് ചിന്തിക്കുന്നവരാണ്. ഇതേ ഭാവം തന്നെ വേണം നാം ദൈവമക്കളായിരിക്കുമ്പോൾ മറ്റു ദൈവമക്കളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളാരും നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുറ്റങ്ങൾ വെളിയിൽ നടന്ന് പറയാറില്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരാരും അറിയാതെ അതിനെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇതേ മനോഭാവം തന്നെയാണ് ഒരു ദൈവവേദലിന് മറ്റൊരു ദൈവവേദലിനോട് ഉണ്ടായിരിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരേ ആരാധനയിൽ, ഒരേ കൂട്ടായ്മയിൽ, ഒരേ ലോക്കൽ ചർച്ചിൽ ആരാധിക്കുന്ന മറ്റൊരാളെ, മറ്റൊരു സഹോദരനെ, മറ്റൊരു സഹോദരിയെ, മറ്റൊരു മെമ്പറിനെ വേറൊരാളായി കാണാതെ, ആളിന് ദോഷം വരുന്ന ഒന്നും ചിന്തിക്കാതെ ആളിനെ സപ്പോർട്ട് ചെയ്യുന്ന, കംഫർട്ട് ആക്കുന്ന രീതിയാണ്. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, എന്നാൽ അതിനോട് ചേർത്ത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഒരു ദിവസം ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയെ കാനഡ അൽബർട്ടയിൽ നിന്ന് യൂക്കോണിലേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയാണ്. വൈറ്റ് വേർഡ്സ് എന്ന് പറയുന്ന ഹില്ലി ഏരിയയില് ഫോൾ സീസണിൽ വളരെ തണുപ്പ് നിറഞ്ഞ് അവിടേക്ക് ആ സമയമാകുമ്പോഴത്തേന്
സ്നോ വീഴാൻ തുടങ്ങും. വളരെ സ്ലിപ്പറിയായ റോഡൊക്കെ ഉള്ള സമയത്ത് ഒരു ഹോണ്ട സിവിക്കിലാണ് പോകുന്നത്. വളരെ മൗണ്ടൻ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളതായ ഒരു റൂമിൽ ഇവൾ താമസിക്കുവാൻ, റെസ്റ്റ് ഏരിയയിൽ താമസിക്കുവാൻ എന്നൊക്കെ വേണ്ടിയായി തീർന്നു. താമസിച്ചിട്ട് റൂംബോയിയോട് പറഞ്ഞു, വെളുപ്പിനെ 5 മണിക്ക് എന്നെ വിളിച്ചോണത്തേണം. അപ്പോൾ അവന്റെ മുഖത്തൊരു വല്ലാത്ത ഭാവഭേദം കണ്ടു. കാരണം 5 മണി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സ്നോയും ഫോഗും എല്ലാം നിറഞ്ഞിരിക്കുന്ന, ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. ഈ സ്ത്രീയുടെ കയ്യിലുള്ളത് ഒരു ചെറിയ സിവിക് ഹോണ്ടയാണ്. അത് അവിടെ 4 വീൽ ഡ്രൈവോ വലിയ ട്രക്കോ ഒക്കെ മാത്രമേ ആ ഹില്ലി ഏരിയയിൽ, മൗണ്ടൻ ഏരിയയിൽ കൂടെ ഓടുകയുള്ളൂ. എന്നാൽ ഇതൊന്നും ഇത്രയൊന്നും പുള്ളിക്കാരിക്ക് അറിയത്തില്ലായിരുന്നു. ഇവര് രാവിലെ വിളിച്ചുണർത്തി 5 മണിയായപ്പോഴും എഴുന്നേറ്റപ്പോഴാണ്, വെളിയിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡേഞ്ചറസ് ആണ്, അപകടം പറഞ്ഞു. പക്ഷേ ആ ചെറുപ്പത്തിന്റെ വിശേഷത കൊണ്ട് അവൾ ഒട്ടും പിന്മാറാൻ തയ്യാറായില്ല, പോകാൻ തന്നെ തയ്യാറായി. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 1-2 ചെറുപ്പക്കാരിരിക്കുന്നുണ്ടായിരുന്നു. അവളോട് ചോദിച്ചു, നീ എവിടെ പോവാ? ഞാൻ വൈറ്റ് ഹോഴ്സ് യൂക്കോണിലേക്ക് പോവുകയാണ്. നിന്റെ വണ്ടി ഏതാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സിവിക് ഹോണ്ട. അവരെ ചിരിച്ചു. നിനക്ക് അതുകൊണ്ട് അവിടെ ചെല്ലാനായിട്ട് കഴിയുകയില്ല, വളരെ ഡേഞ്ചറസ് ആണ്, വളരെ ഹില്ലി ഏറിയയാണ്, ഒന്നും കാണത്തില്ല, സ്നോ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഞാൻ പോകാൻ തീരുമാനിച്ചു, ആരും എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇവര് ട്രക്ക് ഡ്രൈവേഴ്സ് ആയിരുന്നു. അവര് പറഞ്ഞു, ഓക്കെ, നീ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ വി വിൽ ഗിവ് യു എ ബിഗ് ഹഗ് എന്ന് പറഞ്ഞു. പറഞ്ഞു, നോ ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ടച്ച് മൈ ബോഡി എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു, we don't mean that. ബിഗ് ഹഗ് എന്ന് പറഞ്ഞാൽ എന്റെ വലിയ ട്രക്ക് ഞാൻ മുന്നിൽ ഓടിക്കും, നീ അതിന്റെ തൊട്ടുപുറയിൽ വരണം, ഇദ്ദേഹത്തിന്റെ വലിയ ട്രക്ക് അതിന്റെ പുറയിൽ ഓടിക്കും. അപ്പോൾ ഈ 2 ട്രക്കിന്റെ ഇടയിൽ നിനക്ക് സൗകര്യമായി യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്ത്രീ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒന്നും കാണാൻ വയ്യാത്ത ഡേഞ്ചറസ് ആയിട്ടുള്ള പാത. പക്ഷെ മുന്നിൽ ഒരു വലിയ ചുമന്ന 2 ലൈറ്റ്, പുറകിൽ പ്രകാശം തരുന്ന വേറെ ലൈറ്റ്. അപ്പൊ അവൾക്ക് മനസ്സിലായി അവൾ എങ്ങും പോവാനോ വീഴുവാനോ ഇടയായി തീരുന്നില്ല. ബിറ്റ്വീൻ ആ വലിയ ട്രക്കിന്റെ ഇടയിൽ അവൾ യാത്ര ചെയ്ത് വൈറ്റ് ഹോഴ്സിൽ സുഖമായി ചെന്നതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ ഡേഞ്ചറസ് ആയുള്ള പാതകളുണ്ട്. നമുക്ക് തനിയെ യാത്ര ചെയ്യാൻ കഴിയുകയില്ല, ഭയമുളവാക്കുന്ന അവസരങ്ങളൊക്കെ നമുക്ക് വരാം. അതിനാണ് കൂട്ടായ്മ ദൈവം തന്നിരിക്കുന്നത്. ആ കൂട്ടായ്മയുടെ ബന്ധത്തിൽ ജീവിക്കുവാൻ ഇന്ന് പൽക്കാലം നമ്മെ തന്നെ സമർപ്പിക്കാം.